എന്നുടെ സ്വന്ത നാടല്ലതാൽ ഞാൻ പരദേശിയാണീ ലോകേ. ഈ ലോകമെന്നുടെ സ്വന്ത നാടല്ലതാൽ ഞാൻ പരദേശിയാണീ ലോകേ. എൻ സ്വന്ത ദേശമാം സ്വർലോകത്തേക്കു ഞാൻ പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും വിവാഹം കഴിക്കുന്ന അന്തരീക്ഷ
നിന്റെ പയ്യൻ റൂറൽ സർവീസിന്റെ ഇൻഷുറൻസ് ചേർന്നെന്ന് പറഞ്ഞു. ഞാൻ എടുത്തിട്ട് വാങ്ങിയിട്ട് ഞാൻ ട്രാൻസ്പോർട്ട് ടിക്കറ്റ് ഞാൻ പറഞ്ഞു. എന്നെ ഇവിടെ കുറിച്ചിടാനുള്ള ക്രമീകരണം ഞാൻ പറഞ്ഞല്ലോ. എന്നെ കുറിച്ചിട്ട് വന്നില്ല. യേശു വരും. രണ്ടു മാത്രം വരും. യേശു വരും. വിദ്യാർത്ഥികളുള്ള സംഭവം നമ്മുടെ നാട്ടില്ല. നമ്മുടെ തലമുറ യേശു വരും. നമ്മുടെ തലമുറ യേശു വരും. നമ്മുടെ ശരീരം ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യും. അറിയാലോ ഇൻഷുറൻസിൽ സാധാരണ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇൻഷുറൻസ് മാത്രമല്ല ഊസടി വരാൻ പോകും, രാജശ്രീ വരാൻ പോകും, എല്ലാ സ്ഥിതിയിലും വരാൻ പോകും. പ്രതിഭ മാത്രമല്ല, പ്രതിഭ സംസാരിക്കാത്ത കയ്യെ ക്രമീകരണം ചെയ്യുവാൻ പദ്ധതികൾ പാർട്ടി കൊണ്ടുവരുന്നു. ദൈവമക്കള് ഇതെല്ലാം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നടക്കുമ്പോ പ്രവചനത്തിന്റെ നിവർത്തികളെയോ അക്ഷരപ്രകാരം നിവർത്തിച്ചുകൊണ്ടിരിക്കുമോ നമ്മുടെ തലയിൽ സമയമായി നമ്മുടെ തലയിൽ സമയമായി ഇവിടെ വായിച്ചത് ദൈവം സിയോനെ പണിതൽ മഹത്വത്തിൽ പ്രത്യക്ഷനാവുകയും ചെയ്യും. മഹത്വത്തിൽ പ്രത്യക്ഷമാവുകയും ചെയ്യും. ആ പുനർലോകമായിട്ട് ചെതറിപ്പോയ ഉന്നതൻ മടങ്ങി വന്നു. രണ്ടാം ലോകമായുദ്ധത്തിൽ സ്വന്തമായ സ്ഥാനം തിരിച്ചു. 1947 മെയ് മാസത്തിൽ ബെംഗളൂരു ഇസ്രായേൽ രാജ്യം സ്വതന്ത്രമായിട്ട് പ്രഖ്യാപിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ വായിക്കുമ്പോൾ വാണിജ്യത്തിലും ശാസ്ത്ര സാങ്കേതികതയിലും കൃഷിയിലും ടൂറിസത്തിലും എല്ലാം കുടിച്ചു കഴിച്ച് അവൻ നടത്തിക്കൊണ്ടിരിക്കുക. അവൻ എന്തുകൊണ്ട് ഉയർന്നു? അവനെ ഒരു ഭാരമുള്ള കല്യാണം മാറ്റി. അതെല്ലാം പ്രവചനത്തിൽ നോക്കിയ എന്നാൽ തീർന്നില്ല. അവനൊരു വലിയ കച്ചക്കാലം വരുവാൻ പോവുകയാണ്. എന്നാൽ നമുക്കൊരു മാറ്റമുണ്ട്. അവരുടെ അപ്രാവശ്യം ലോകത്തിന്റെ ഹേതുപോലെന്ന് അവരുടെ അംഗീകരണം മരിച്ചവരും അവരെ അക്ഷരീയമായിട്ട് അംഗീകരിച്ചു. ഇനി വിടുവിച്ച് നാം സിയോനിൽ വരുമ്പോൾ ആത്മീയമായി അംഗീകരിക്കും. അതിനു മുൻപ് സഭയുടെ സ്വന്തത്തിലേക്ക് പോകും. എന്നോടൊക്കെ വ്യത്യാസമുണ്ട്. ഈ വൃക്ഷങ്ങളെല്ലാം നടത്തുമ്പോൾ ഞാൻ അത്തി മുതലായ അത്തി മാത്രമല്ല എല്ലാം ചെയ്യാം. എല്ലാം നമുക്ക് എല്ലാത്തിനും സംഘടനയില്ലേ? ISIS ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ, അൽ-ഖൈദ ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പ്, ബൊക്കോ ഹറാം, നൈജീരിയയിലെ ഇസ്ലാം തീവ്രവാദികൾ, ഹമാസ് ഇസ്രായേൽ എല്ലാവരും കൊടുക്കുന്ന സംഘടന, RSS ഹിന്ദു വർഗീയ സംഘടന, കാന ഒരു സംഘടന പേരാ കാന, കേരള ഹിന്ദു ഓർഗനൈസേഷൻ, നൈന നാഷണൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ നേഴ്സസ്, മാപ്പ് മലയാളി അസോസിയേഷൻ ഓഫ് നേച്ചർ ഫിലഡൽഫിയ, ഓർമ്മ ഓവർസീസ് റിട്ടയർഡ് മലയാളി ഇൻ അമേരിക്ക, ഇനായി ഇന്ത്യൻ നേഴ്സസ് അസോസിയേഷൻ, ലാന ലിറ്റററി അസോസിയേഷൻ ഓഫ് അമേരിക്ക, മാർക്ക് മലയാളി അസോസിയേഷൻ റോഡ്ലാൻഡ്, മഞ്ച മലയാളി അസോസിയേഷൻ ന്യൂജേഴ്സി, ക്യാപ്സ് കമ്മ്യൂണിറ്റി അസോസിയേഷൻ ഓഫ് പബ്ലിക് സർവീസ്, ആൻഡ് അസോസിയേഷൻ ഓഫ് താമ്പ ഹിന്ദു മലയാളി, മീത മലയാളി എഞ്ചിനീയറിംഗ് അസോസിയേഷൻ ഇങ്ങനെ പേരൊക്കെ നടക്കുക. അത് കഴിഞ്ഞ് കുമ്പനാട് സംഗമം, ഉടമ്പൂർ സംഗമം, തിരുവല്ല സംഗമം, ചെമ്പൂർ സംഗമം, മലപ്പുഴ സംഗമം, ഞാനില്ലാത്ത വിയോജ സംഗമങ്ങളും എല്ലാം പറയുക. സംഗമങ്ങളും സംഘടനകളും എല്ലാം പറയുക. ആരെ മുഖ്യമന്ത്രി ചെയ്തു ഒന്നിച്ചു കൂടുന്നു നല്ലത്. ഇതെല്ലാം വളരുമ്പോൾ ഓർക്കണം. അത്തി മാത്രമല്ല, ഏതെല്ലാം തുടങ്ങിയിട്ടുണ്ടോ അതെല്ലാം വളരട്ടെ. എന്നാൽ അതിനകത്ത് ഒരു കാര്യം പിടിച്ചു പറയുന്നുണ്ട്. യേശു വരാറായി. ഈ വിഷയത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പുസ്തകം പറഞ്ഞുകൊണ്ട് കേട്ടോ. കർത്താവിന്റെ മേടിച്ചോണ്ട് പോകാൻ പറ്റും. അതിനകത്തെല്ലാം വിശദമായിട്ട് ഇരിക്കുന്നത്. ദൈവമക്കളെ കർത്താവ് പോകാൻ പോവുക. അവൻ സിയോൻ വെളിപ്പെടുവാണ്. ആ പ്രത്യാശയോടെ പറഞ്ഞാൽ പെരുക്കിയല്ല. ഇല്ല ശക്തമുള്ളി ഓർമ്മ പറയാം. ശക്തമുള്ള യേശു അവൻ വരന് വേണ്ടി ഓടുക. ഇങ്ങനെ സാവകാശം വന്ന ദൈവങ്ങളുടെ ഭാരവാഹികളുള്ള നന്ദി കൂടെ അറിയിക്കുന്നു. ദൈവങ്ങളെ സഹായിക്കുന്നു. കർത്താവിന്റെ മഹത്വം. ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ തലയുടെ ഉയർത്തി
മനുഷ്യപുത്രൻ ഏത് സമയത്ത് വരുന്നതുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടില്ല. അവൻ്റെ വരവ് വാതിക്കലായിരിക്കുന്നു എന്ന് നാം അറിയുന്നത് കൊണ്ട് ഒരു കാര്യം ദൈവമക്കൾ ഓർക്കേണ്ടത്, എല്ലാ സംഘടനകളും തഴച്ചു വളരുമ്പോൾ മനുഷ്യപുത്രന്റെ വരവിൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു സാഹചര്യത്തിലായിട്ട് ദൈവസഭ എത്തിച്ചേരുന്നില്ലേ എന്ന് ഇന്ന് ശുദ്ധ മനസാക്ഷിയോട് നമ്മൾ ചോദിക്കേണ്ട ഒരു കാലമാണ്. ഇന്ന് ദൈവസന്നിധിയിൽ നാം കൂടി വന്ന് ഒക്ലഹോമയിൽ നിന്നും ഡാലസിൽ നിന്നും ഓസ്റ്റിൽ നിന്നും ഹ്യൂസ്റ്റണിൽ നിന്നുള്ള IPC സഭകൾ ഒരുമിച്ചുള്ള നമ്മുടെ കൂടിയാണ്. ദൈവം നമ്മെ ഇത്രത്തോളം അനുഗ്രഹിച്ചു. കഴിഞ്ഞ 29 വർഷക്കാലം ഈ രാജ്യത്ത് ബ്രിട്ടീഷ് റീജിയനായി നമുക്ക് നിലനിൽപ്പാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാ കർത്തദാസന്മാർക്കും എല്ലാ ഒഫീഷ്യൽസിനായിട്ട് കർത്താവിന് സ്തോത്രം. ചെയ്താലുപരി നടന്നവരും നനയ്ക്കുന്നവരുമല്ല ദൈവം വളരുമാറാക്കി നിലനിർത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഞാൻ ഒരു കാര്യം, നമ്മുടെ കുടിയൊരിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ കഴിഞ്ഞ ഈ ആഴ്ചയിൽ ഉണ്ടായ ഒരു ചിന്ത പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ആയിരിക്കും. ഞാനിതൊക്കെ കാണുമ്പോൾ പൊതുവെ നമ്മുടെ കുടിയൊരവുകളെക്കുറിച്ച് പൊതുയോഗങ്ങളെക്കുറിച്ച് ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. അതിൽ ബഹുകാലം നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും. യോഹന്നാൻ സ്നാപകനെ കർത്താവ് ഈ ലോകത്തിൽ അയച്ചതിൻ്റെ ഒരു കാരണം ദൈവം. ആ കാരണം മറ്റൊന്നുമല്ല, കർത്താവിന് വേണ്ടി വഴിയൊരുക്കുക എന്നുള്ളൊരു പ്രത്യേക വിഷയമാണ്. യോഹന്നാനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരംഭിച്ച കാലത്തെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ അദ്ദേഹം കർത്താവ് പറഞ്ഞത് ലൂക്കോസ് രേഖപ്പെടുത്തിയാണ്. നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? ഇന്ന് ബഹുകാലം നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്ത് കാണാനാണ് വന്നത്? പലരും പല ഉദ്ദേശത്തോടെയാണ് ലൂക്കോസ് സുവിശേഷം എന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലർക്കും ഇത് പിള്ളേരുകൾ ഞങ്ങൾ പാടി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു, മറ്റുള്ളവർ സഹകരിച്ചില്ല എന്നൊക്കെയുള്ള ക്രമീകരണങ്ങളെ കുറിച്ച് പറയുന്ന ആ നിലകളെ കുറിച്ചുള്ള ഒരു ചിന്ത. എന്നാൽ യോഹന്നാൻ സുവിശേഷം തന്റെ കർത്താവിനെ കുറിച്ചുള്ള ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചനയാണെന്ന് മനസ്സിലാക്കിയ ഒരു വലിയ കൂട്ടമാണ്. ആ ദൈവത്തിന്റെ ആലോചനയാണെന്ന് മനസ്സിലാക്കിയവരൊക്കെ പല സെക്ഷനിൽപ്പെട്ടു. പൊതുവെ ചുങ്കക്കാര്, ഇസ്രായേലിൽ ചിതറിപ്പാർത്ത ജനം, അവരൊക്കെ ദൈവത്തിന്റെ ആലോചനയായിട്ട് അതിനെ സ്വീകരിച്ചു. അതിൽ പട്ടാളക്കാരുണ്ട്. അവരുടെ ആവശ്യങ്ങൾ യോഹന്നാനോട് പറഞ്ഞപ്പോൾ യോഹന്നാൻ മനസ്സിലാക്കി. അതിൽ ചുങ്കക്കാരും പാപികളുമുണ്ട്. അവരോട് അവർ ചോദിച്ചു, അവർക്കുള്ള മറുപടി പറഞ്ഞു. അപ്പൊ ഇന്ന് പാൽക്കാലം ഇവിടെ വന്നിരിക്കുന്ന നമുക്കൊക്കെ ഓരോ ആവശ്യങ്ങളുള്ളപ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവ് മറ്റുള്ളവർ എന്ത് ചെയ്തു, മറ്റുള്ളവർ പാടിയോ പാടിയില്ലേ, സഹകരിച്ചോ ഇല്ലയോ, ഇതല്ല നമ്മുടെ വിഷയം. ദൈവത്തിന്റെ ആലോചനയായി ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നിശ്ചയമായും ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചു ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് ദൈവത്തിന്റെ നിവർത്തിപ്പാൻ ഇടയായി. എന്നാൽ പരീക്ഷന്മാരും ശാസ്ത്രിമാരും അങ്ങനെയല്ല. അവരെ കുറിച്ച് ലൂക്കോസ് പറയുകയാണ്, ദൈവത്തിന്റെ ആലോചന അവർക്ക് കേട്ട് വൃത്താവാക്കിക്കളഞ്ഞു. ദൈവാലോചനയാണെന്ന് മനസ്സിലാക്കുന്ന നമുക്ക് ഒരുപാട് തലയിലെ അറിവുകൊണ്ട് ദൈവാലോചന വൃത്താവാക്കി കളഞ്ഞ് ദൈവശിക്ഷയ്ക്ക് മാത്രമാകാതെ വിധേയപ്പെട്ട് വിനയപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവം നിശ്ചയമായി നമ്മെ അനുഗ്രഹിക്കും. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിക്കട്ടെ. യോഹന്നാൻ
തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഇന്നത്തെ ഒട്ടും മെച്ചമല്ലാത്ത ഒരു സ്ഥിതിയിലാണ് ലൂക്കോസ് ആരംഭിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചെങ്കിൽ ഈ ആവശ്യമില്ലാത്ത ഒത്തിരി പേരുകളൊക്കെ പറഞ്ഞു. മറ്റൊന്നുമില്ല, തിബെരിയോസ് കൈസറിന്റെ 15-ാം ആണ്ട് പൊന്തിയോസ് പിലാത്തോസ് യഹൂദിയ നാടുമായിരുന്നു. ഹേരോദാവും അവന്റെ സഹോദരന്മാരും ഗലീലയും ചുറ്റുപാടുമായിരുന്നു. ഇന്നത്തെ ഭരണവ്യവസ്ഥയിൽ, ഇന്നത്തെ രാജനീതി, ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഇതെല്ലാം നമ്മൾ കാണുമ്പോഴൊരു കാര്യം ഓർക്കണം. ഈ കാലത്ത് മാത്രമല്ല സുപ്രീം കോടതി, ഈ കാലത്ത് മാത്രമല്ല ദൈവജനങ്ങൾക്കെതിരായി, ദൈവജനത്തിനെതിരായി രാജാക്കന്മാരും അധികാരസ്ഥരും എഴുന്നേറ്റുള്ളത്. യോഹന്നാന്റെ കാലത്തും എഴുന്നേറ്റിരുന്നു. യോഹന്നാന്റെ തല ഒരു പാത്രത്തിൽ ആക്കപ്പെട്ട ഒരു കാലശേഷം കാലം അന്നുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ കാലസ്ഥിതിയും വ്യത്യസ്തമല്ല. എന്നും ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവർക്ക് ഒരു പ്രൈസ് കൊടുക്കാനാണ്, ഒരു വില കൊടുക്കാനാണ്. മതസ്ഥിതിയോ അന്നാവും കയ്യപ്പാവും മഹാപുരോഹിതന്മാരായിരിക്കുന്ന കാലത്ത് സാധുക്യപക്ഷക്കാരോട് ചോദിച്ച പറയും, ദൂതനില്ല, ആത്മാവില്ല, സ്വർഗമോ നരകമോ ഇല്ല. ഇന്നത്തെ ക്രിസ്തീയ സഭയിലെ ഒരു നല്ല ശതമാനം ആളുകളും വിശ്വസിക്കുന്നത് അതല്ലേ. എന്നാൽ അതിന്റെ മുമ്പിൽ യോഹന്നാൻ ദൈവനിൽ മുന്നോട്ട് വരുമ്പോൾ യോഹന്നാൻ ഒറ്റ ഉദ്ദേശങ്ങളുണ്ടായിരുന്നുള്ളൂ, തന്നെ കുറിച്ചല്ല. ഞാൻ കുറയണം, അവന് വളരണം. ആ കർത്താവ് ഗലീലയിൽ യോഹന്നാന്റെ അടുക്കൽ സ്നാനം കഴിപ്പാൻ കടന്നു വരുമ്പോൾ കണ്ട ഒരു കാഴ്ചയിൽ പകർക്കാനും ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. അത് മറ്റൊന്നുമല്ല, കാണിക്കേണ്ടവനെ കാണിച്ചു കഴിയുമ്പോൾ, കാണേണ്ടവനെ കണ്ടു മുമ്പിൽ അവിടെ കടന്നു വന്നവരെല്ലാം നിങ്ങൾ എന്ത് കാണാൻ വന്നു എന്ന ചോദ്യത്തിന് മറുപടി അവിടെ കണ്ടു. അത് മറ്റൊന്നുമല്ല, ഇതാ സ്വർഗം തോന്നിയിരിക്കുന്നതും പരിശുദ്ധാത്മാവ് പ്രാരൂപത്തിൽ വരുന്നതും അവന്റെ വീടാവസിക്കുന്നതും മാത്രമല്ല. അവർ കേട്ടൊരു ശബ്ദമുണ്ട്, ഇവനെന്റെ പുത്രൻ, ഇവൻ ഞാൻ പ്രകാശം സാധിച്ചിരിക്കുന്നു. ആ ദൈവപുത്രനെ കാണാൻ സാധിച്ച നിങ്ങൾ എന്ത് കാണാൻ പോയി എന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിരിക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തോട് അനുഗ്രഹിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ഈ സമയത്ത് ഈ റീജിയന്റെ പ്രസിഡന്റായി കൃത്യമായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിന്റെ തുല്യദാസ് ഷാജിദാനി ഈ സഭയുടെ ശുശ്രൂഷയെ മാത്രമല്ല നമ്മുടെ റീജിയന്റെ മൊത്തം പ്രസിഡന്റായി നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ടീം നമുക്ക് കർത്താവിന്റെ ദാസനം കൊണ്ട് കടന്നു വന്ന് അവരെ ഒന്ന് പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ സമയമാണ് കർത്താവിനെ. സന്തോഷമുണ്ടോ ഒരിക്കൽ കൂടെ കർത്താവ് മഹത്വം സെലിബ്രേഷന്റെ മോഡിൽ വേണം നമ്മുടെ ആരാധനയിൽ ചെയ്യുന്ന ഒരു വാക്കിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ ഞാനൊരു ആശ്ചര്യം. അതാണ് വാസ്തു. കാരണം കർത്താവ് കൊണ്ടുവരുന്ന വഴികളും ദൈവത്തിന്റെ നൽകുന്ന മാനങ്ങളും ഒക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കർത്താവ് ദാസന്മാർ പലരെ 2 ദിവസങ്ങൾ ഓർപ്പിച്ചതുപോലെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ള പാസ്നേജിൽ ജനിച്ച് പാസ്നേജിൽ വളർന്ന് നല്ല, ഞാൻ ഇത്ര ആരോഗ്യത്തോടൊക്കെ ഇരിക്കുന്നു. ഞാൻ ചിലപ്പോൾ സഭയിൽ പറയാറുണ്ട്, വിശ്വാസികൾ തന്ന നല്ല 1-ാം തരം ബിരിയാണി ചോറ് കഴിച്ച എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്തോത്രങ്ങൾ ആദ്യമായിട്ട് നടക്കുന്ന ഒരു കൺവെൻഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ശുശ്രൂഷ കൂടെ എന്നെ വരവേൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഇവിടെ ദൈവദാസന്മാർ സഭകൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട്. സീനിയേഴ്സ് ആയുള്ള ദൈവദാസന്മാർ പലരും ഇവിടെ ഇല്ല.
കർത്താവദാസൻ പാസ്റ്റർ തോമസ് കോശി ഷിക്കാഗോയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം അവിടത്തേക്ക് കടന്നുപോയി. പാസ്റ്റർ ബേബി വർഗീസ്, പാസ്റ്റർ സാം ജോർജ് തുടങ്ങിയ ദൈവദാസന്മാർ നാട്ടിലായിരിക്കുന്നു. പാസ്റ്റർ ജോർജ് വർഗീസ് മിഷൻ ട്രിപ്പിനോടുള്ള ബന്ധത്തിൽ നാട്ടിൽ കടന്നുപോയിരിക്കുന്നു. പാസ്റ്റർ പി ബി തോമസ് ആ ചർച്ചിൽ തന്നെയുള്ള വിവാഹത്തോടുള്ള ബന്ധത്തിൽ അവിടെയായിരിക്കുന്നു. പാസ്റ്റർ കെ സി ചാക്കോ കാനഡയിൽ വെച്ച് നടക്കുന്ന മുൻകാല ശുശ്രൂഷ നടത്തുന്ന സഭയിലെ ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ കടന്നുപോയിരിക്കുന്നു. മറ്റ് കർത്താവിന്റെ ദാസന്മാർ പ്രിയപ്പെട്ടവർ എല്ലാവരും കടന്നു വന്ന ഞങ്ങളോടൊപ്പം ചേർന്ന് ആ നേതൃത്വം കൊടുത്ത് ഈ ശുശ്രൂഷ ഈ കൺവെൻഷനെ ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തിന്റെ ദാസന്മാരുടെ ഫോമനായിട്ടുള്ള നന്ദി പിന്നീട് അറിയിക്കുമെങ്കിലും ദാസന്മാരോട് സഭകളോട് ഉള്ള നന്ദി അറിയിക്കുന്നു. ഈ കൺവെൻഷനിൽ ആദ്യ രാത്രി മുതൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് എന്നോടൊപ്പം സാക്ഷ്യം പറയാൻ കഴിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഉയർത്തി എന്നോടൊപ്പം ശുശ്രൂഷ പരിചയമുള്ള ദൈവദാസനാണ് വൈസ് പ്രസിഡന്റായി ലഭിച്ചിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ വി തോമസ് ഡാലസിൽ നിന്ന് കർത്താവിന്റെ ദാസനെ ഈ ടീമിലായിരിക്കുന്നു. സെക്രട്ടറി ആയിട്ട് അബ്രഹാമിൽ നിന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി സി ജെയിൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നു. അതുപോലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് കർത്താവിന്റെ ദാസൻ ഡാലസിൽ നിന്ന് ബ്രദർ എസ് പി ജെയിംസ് വളരെ കർത്താവ് ഉപയോഗിക്കുന്ന എഴുത്തിലും മറ്റ് വിവിധ നിലകളിൽ ഉപയോഗിക്കുന്ന പ്രിയ ദൈവദാസനായിരിക്കുന്നു. ട്രഷററായിട്ട് ഈ ശുശ്രൂഷകൾക്കൊക്കെ കാശ് സൂക്ഷിക്കാനും വാങ്ങിക്കാനും വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാനും ദൈവത്തിന് കൊടുത്തിട്ടുള്ള ജോസ് സാമുവൽ ഒക്ലഹോമയിൽ നിന്ന് ഈ ടീമിലായിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ ജനത്തിന്റെ നടുവിൽ എത്തിക്കാനായിട്ട് കർത്താവ് പബ്ലിസിറ്റി കോർഡിനേറ്റർ ആയിട്ട് ആക്കിയിരിക്കുന്നത് ഡാലസിൽ നിന്ന് കർത്താവ് ദാസൻ വെസ്ലി ആലിമോട്ടിൽ വെസ്ലി മാത്യു ഡാലസിൽ നമ്മുടെ മധ്യയായിരിക്കുന്നു. ഇതിന്റെ ചാരിറ്റി കോർഡിനേറ്റർ ആയിട്ട് കർത്താവിന്റെ ദാസൻ ബ്രദർ മാത്യു സ്റ്റീഫൻ ഡാലസിൽ നിന്ന് ഇന്ന് ഇവിടെ ആയിരിക്കുന്നില്ല. നല്ല പ്രിയ ദൈവദാസനായ സ്തോത്രം. ഓഡിറ്റർ ആയിട്ട് ബ്രദർ സാം തോമസ് ഡാലസിൽ നിന്ന് ഈ ടീമിലുണ്ട്. പ്രിയ ദൈവദാസനായ ദൈവത്തിന് സ്തോത്രം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് പരിചയപ്പെടുത്താൻ ഇവിടെ നിന്ന് IPC മിഡ്വെസ്റ്റ് റീജിയനിൽ നിന്ന് ജനറൽ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനറൽ കൗൺസിൽ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഏബ്രഹാം ടി ഏബ്രഹാം പ്രിയ ദൈവദാസനായ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നുണ്ട്. നിന്ന് PYPക്ക് നേതൃത്വം കൊടുക്കാൻ വെസ്ലി ആലുമൂട്ടിൽ പ്രസിഡന്റായിട്ടും ഡോക്ടർ മനു സെക്രട്ടറി ആയിട്ടും മറ്റുള്ള പേരുകൾ എന്റെ അടുക്കല് എഴുതിയിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവർക്കായ ടീമിനായ ദൈവത്തിന് സ്തോത്രം. വിമൻസ് മിനിസ്ട്രി പ്രസിഡന്റായിട്ട് സിസ്റ്റേഴ്സ് മിനിസ്ട്രി പ്രസിഡന്റായിട്ട് സിസ്റ്റർ LC കൊടുത്തത് ഇവിടെ പ്രധാനമന്ത്രിയായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എല്ലാ ദൈവമക്കളെയും സെക്രട്ടറി ആയിട്ട് സിസ്റ്റർ ബ്ലോസം ചാക്കോ പ്രിയപ്പെട്ടവരെ നമ്മുടെ കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തിന് ഒരു നിമിഷം മുൻപോട്ട് കടന്നു വന്ന് ഈ ഓഫീഷ്യൽസിന് വേണ്ടി പരിശോധന ചെയ്യുമ്പോൾ നമ്മുടെ കരങ്ങളെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, കർത്താവേ, തിരുമേനി ഞങ്ങളെ ആക്കുന്ന ഇടങ്ങളിൽ കർത്താവ് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഭാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ദൈവകൃപയോടെ ചെയ്യുവാൻ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നടത്തിയിട്ടുള്ള ദൈവം കർത്താവിന്റെ സാഹചര്യങ്ങളും എല്ലാം നന്ദിയോടെ കർത്താവ് ഈ ആരാധന അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളെ ഏറ്റുവാങ്ങിയ ദൈവമക്കൾക്കായി കർത്താവിന്റെ ദാസന്മാർക്കായി ഈ റീജിയനിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവഭക്തന്മാർക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ കേട്ടതുപോലെ ഞങ്ങളുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ വേല കർത്താവെ ധൃതിയോടെ ചെയ്യുവാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദിവസം കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ദൈവം ഞങ്ങളെ ധരിപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഗൗരവമായി എടുത്ത് ശരിയുടെ നാമത്തിന് വേണ്ടി കർത്താവെ ജീവിപ്പാനും അനേകരെ കർത്താവിലേക്ക് നയിപ്പാനും ഞങ്ങളെ കർത്താവെ കേട്ടതുപോലെ ഞങ്ങൾ എന്ത് കാണുവാൻ വന്നു, ദൈവത്തെ കാണുവാൻ, ദൈവത്തിന്റെ മുഖം ദർശിപ്പാൻ, ദൈവത്തിന്റെ തേജസ്സിനാൽ നിറഞ്ഞ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ അത് മാത്രം ഞങ്ങളുടെ ജീവിതത്തിന്റെ ആഗ്രഹമാക്കി കർത്താവ് ഓരോ ദിവസം ചെയ്യുമാറാകണമേ. മിഡ്വെസ്റ്റ് റീജിയന് ലീഡർഷിപ്പ് കൊടുക്കുവാൻ തക്കണം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന കർത്താവിന്റെ മക്കൾക്കായി ഷാജിദാനയിലും അദ്ദേഹത്തോടു കൂടെ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ടീമിനെ എല്ലാവരെയും തിരുകരങ്ങളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിക്കുകയും ഇന്ന് ദൈവങ്ങളായ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് ചെയ്യുന്നു.
അവരെ പരിമേൽപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് പോലെ ചെയ്യുവാൻ ഓരോ ദിവസവും നിന്റെ കൃപ അവരുടെ മേൽ പകരണമേ. ഈ റീജിയനിലുള്ള എല്ലാ ദൈവദാസന്മാർക്കായും സഭകൾക്കായും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ റീജിയനെ കർത്താവ് അനുഗ്രഹിക്കണമേ, അതിനെ വിശാലപ്പെടുത്തണമേ. റീജിയനുള്ള എല്ലാ സഭകളിലും ആത്മാവിനെ കർത്താവ് നൽകണമേ. കർത്താവ് ഞങ്ങൾ താമസിക്കുന്ന പട്ടണങ്ങളിൽ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വവും ഉയരുവാൻ ദൈവം ഇടയാക്കണം. ശത്രുവിന്റെ കർത്താവെ ശക്തികൾ കാണുവാൻ ഇടയാക്കണം. ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായി ദൈവജനത്തെ എല്ലാം നിർത്തണമേ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളോട് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ വീക്ഷിക്കുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം രാജാതി രാജൻ നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവൻ എവിടെ ഇറങ്ങി വരുന്നു അവിടെ വിടുതലുണ്ട്, അവിടെ സൗഖ്യമുണ്ട്, അവിടെ ആരോഗ്യമുണ്ട്, അവിടെ അനുഗ്രഹമുണ്ട്. ഇന്ന് രാവിലെ സമയം എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവ സാന്നിധ്യത്തിനായി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. എന്റെ മുൻപിൽ ചില ശുശ്രൂഷകളുണ്ട്, പെട്ടെന്ന് ഞാൻ നിർത്തിക്കൊള്ളാം. ഓസ്റ്റിൻ, ഡാലസ്, ഒക്ലഹോമയിൽ നിന്നും ഹ്യൂസ്റ്റണിൽ നിന്നും കടന്നു വന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഓസ്റ്റിനിൽ നിന്ന് കടന്നു വന്ന ദൈവമക്കൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഓസ്റ്റിൻ IPC സഭയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും, അവർ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അവർ ഇന്നലെ രാത്രി മടങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഓസ്റ്റിനുള്ള ദൈവസഭയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഡാളസിലുള്ള ദൈവജനം ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഡാളസിൽ നിന്ന് കടന്നു വന്ന എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ ദൈവജനത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. എന്റെ ഹോം സിറ്റിയിൽ നിന്ന് ഒക്ലഹോമ സിറ്റിയിൽ നിന്ന് കടന്നു വന്ന ദൈവജനം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒക്ലഹോമ സിറ്റിയിൽ നിന്ന് കടന്നു വന്നവരെല്ലാവരും, ബാക്കിയുള്ളവരൊക്കെ യൂത്തിന്റെ സർവീസിലാണ്. അവരെ ഓർക്കണം. ഈ ഹോം സിറ്റിയിൽ നിന്നുള്ള ഹ്യൂസ്റ്റണിൽ നിന്നുള്ള ദൈവദാസന്മാര് ദൈവജനം ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. ഹ്യൂസ്റ്റണിൽ ആതിഥേയം വഹിക്കുന്ന ഈ ദൈവജനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കിരിക്കാം. ഇത്രത്തോളം ദൈവം നമ്മെ അനുഗ്രഹിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിക്കട്ടെ. നമ്മുടെ IPC മിഡ്വെസ്റ്റ് റീജിയന് നമ്മളൊരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന ശുശ്രൂഷകൾ തത്സമയം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. IPCMidwestRegion.com/live എന്ന വെബ്സൈറ്റിൽ ഈ സമയത്ത് ഈ ശുശ്രൂഷ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന മീറ്റിങ്ങുകളുടെ എല്ലാം റെക്കോർഡഡ് കോപ്പീസ് അതിൻ്റെ അകത്തുണ്ട്. IPCMidwestRegion.com ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. മനോഹരമായി വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത ബ്രദർ ജിജി മാത്യുവിനെയും അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റിനെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി ജിജി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിന്റെ കഴിവുകൾക്കും കമ്മിറ്റ്മെന്റിനും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അധികം താമസിക്കാതെ നിർത്തട്ടെ. ഇന്ന് പകൽക്കാലം തിരുമേശ നമ്മുടെ നടുവിൽ നടക്കുന്നുണ്ട്. തിരുമേശയെ ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ ഷാജി ഡാനിയലാണ്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ലോർഡ്സ് സപ്പറിൽ അസിസ്റ്റ് ചെയ്തവരുടെ പേര് ഞാനത് വായിക്കുകയാണ്. തിരുമേശ അല്ല ഇപ്പൊ നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഓർമ്മയ്ക്കായി നിങ്ങളൊന്ന് ഒരുങ്ങിയിരിക്കാൻ വേണ്ടി മാത്രം വായിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദാസനെ അസിസ്റ്റ് ചെയ്യുന്നത് പാസ്റ്റർ തോമസ് മൊല്ലക്കൽ ഫ്രം ഡാളസ്, പാസ്റ്റർ തോമസ് ജോർജ് ഫ്രം ഡാളസ്, പാസ്റ്റർ രാജൻ വർഗീസ് ഫ്രം ഹ്യൂസ്റ്റൺ, പാസ്റ്റർ KB തോമസ് ഫ്രം ഡാളസ്. അവരോടൊപ്പം എലമെന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനായി പാസ്റ്റർ ജോൺ വർഗീസ് ഫ്രം ഹ്യൂസ്റ്റൺ, ഇവാഞ്ചലിസ്റ്റ് ഗ്രേപ്സൺ വിൽസൺ, ഇവാഞ്ചലിസ്റ്റ് രാജു തരകൻ, ബ്രദർ സാമുവൽ ജോസ്, ബ്രദർ ഈപ്പൻ വർക്കി, പാസ്റ്റർ PK തോമസ്, ബ്രദർ മാത്യു സ്റ്റീഫൻ, ബ്രദർ ജോർജ് തോമസ്, ബ്രദർ KA തോമസ്, പാസ്റ്റർ ബെനി പാപ്പച്ചൻ, പാസ്റ്റർ PA എബ്രഹാം, ബ്രദർ MM മാത്യു, ബ്രദർ എബ്രഹാം P എബ്രഹാം, പാസ്റ്റർ KB തോമസ് ഹ്യൂസ്റ്റൺ, പാസ്റ്റർ KG ജോയ്കുട്ടി, പാസ്റ്റർ റോയ്മോൻ കോശി എന്നിവര് ആ ശുശ്രൂഷയിൽ അസിസ്റ്റ് ചെയ്യുന്നതും ആയിരിക്കുമല്ലോ.
തുടർന്ന് പലർക്കും സമയം കൊടുക്കുവാനായി നമുക്ക് താല്പര്യമുണ്ടായിരുന്നു. അവരെല്ലാം അതിനർഹരായിരുന്നു. എങ്കിലും 4-5 പേർക്ക് മാത്രം 2 മിനിറ്റ് വെച്ച് 2 മിനിറ്റിൽ കൂടാതെ ആ ദേവദാസന്മാർ സമയം എടുക്കുന്നതായിരിക്കും. വിത്തൗട്ട് മച്ച് നോട്ടീസ് ലെറ്റ് മീ ആസ്ക് വൺ തിങ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലേഡീസ് മീറ്റിംഗിൽ സിസ്റ്റർ സിമി ബിനോയ് ഷീ കെയിം ആൻഡ് മിനിസ്റ്റർഡ് ഇൻ ദ ലേഡീസ് മീറ്റിംഗ്. സിസ്റ്റർ സിമി ബിനോയ്, യു ഓൾസോ ഹാവ് few minutes to come and greet the audience. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭ, ഈ ആലയം നമുക്ക് നൽകിയ IPC ഖദ്രോനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ എല്ലാ ചെലവുകളും ആ ദൈവമക്കൾ, ആ സഭ എടുത്തു. അവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം അവരെ മാനിക്കുമാറാകട്ടെ. ആ സഭയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബ്രദർ ജോസഫ് സ്ത്രീ ഈ സമയത്ത് മുന്നോട്ട് കടന്നു വന്ന് ചില മിനിറ്റുകൾ എടുത്ത് നമ്മെ ഗ്രീറ്റ് ചെയ്യും. അതിനുശേഷമായി മിഡ് വെസ്റ്റ് റീജിയനിൽ നിന്നും IPC ജനറൽ കൗൺസിലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബ്രദർ എബ്രഹാം മുൻപോട്ട് കടന്നു വന്ന് ഫ്യൂ മിനിറ്റ്സ് എടുക്കും. അതിനുശേഷം നമ്മുടെ നടുവിലുള്ള ദൈവം നമ്മുടെ നടുവിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ശക്തന്മാരായ ലീഡർഷിപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2016 PC നൈറ്റ് ഡാളസിൽ വെച്ചാണ് നടക്കുന്നത്. നമ്മുടെ റീജിയനിലെ നമ്മുടെ ഒരു മെമ്പറാണ് അതിന്റെ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നത് ടിജു തോമസ്. അതുപോലെ തന്നെ അതിന്റെ ലോക്കൽ കൺവീനറായി പ്രവർത്തിക്കുന്നത് വെസ്ലി മാത്യു. സമയമില്ല, വെസ്ലി മാത്യു. അവരെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ടിജു മുന്നോട്ട് കടന്നു വന്ന് 2 മിനിറ്റ് എടുക്കും. അതിനുശേഷം 2015 ഫാമിലി കോൺഫറൻസ് അനുഗ്രഹമായി നടന്നു. ഇവിടെ ഇല്ല. ജോയ് തുമ്പമൺ മുന്നോട്ട് കടന്നു വന്ന് few minutes എടുക്കും. അതിനുശേഷം സിസ്റ്റർ സിമി ബിനോയ്, if you are interested, please come forward also. Thank you, Pastor. This is Jacob. Windows regional ഈ കോൺഫറൻസിനോടാണ് നമുക്ക് 1-2 വാക്കുകൾ പറയണമെന്ന് ഇതിന്റെ എക്സിക്യൂട്ടീവ്സിനോട് അപേക്ഷിച്ചു. വിൻഡോസ് റീജിയനിൽ കഴിഞ്ഞ അനേക വർഷങ്ങളിൽ പല പ്രശ്നം വഹിക്കാൻ ദൈവനെ സഹായിച്ച് റീജിയനെ ഇത്രത്തോളം വളർത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിനും കൃപയ്ക്കുമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ദൈവ സ്നേഹവും ദൈവത്തിന്റെ കൃപയും. എല്ലാ റീജിയനുകളും അല്ലെങ്കിൽ എല്ലാ പ്രസ്ഥാനങ്ങളും മുൻപോട്ട് വരണമെങ്കിൽ നല്ല ലീഡർഷിപ്പും നല്ല ലോയൽ സപ്പോർട്ടേഴ്സും ഓരോ സ്ഥലങ്ങളിലുള്ളതാണ്. എനിക്കറിയാം, ഹ്യൂസ്റ്റൺ, ഡാലസ്, ഒക്ലഹോമ ഈ പട്ടണങ്ങളിൽ അനേക വർഷങ്ങളായിട്ട് റീജിയന് വേണ്ടി വാദിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും യാത്രയും ചെയ്ത അനേക ദൈവങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ പല വർഷങ്ങളായിട്ട് അറിയാം. നിങ്ങളാണ് ഈ ഇഞ്ചൻ മുമ്പോട്ട് കൊണ്ടുവന്ന ഫ്യൂവൽ. ദൈവം ഈ റീജിയനെ പിന്നെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നല്ല ലീഡർഷിപ്പാണ് ഈ വർഷം ദൈവത്തിന് കൊടുത്തേക്കുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ 3 വ്യക്തികൾ എൻ്റെ മുന്നിൽ വന്ന് ഞാൻ അവരുടെ പേരും പറയുകയാണ്. 2 പേര് നമ്മുടെ കൂടെ ഇല്ല. ഡാലസിൽ ഞാൻ ഓർത്തപ്പോൾ ഉമ്മൻ എബ്രഹാമിന്റെ പേരാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇതിനുവേണ്ടി വളരെ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ദേവദാസൻ. ഹ്യൂസ്റ്റൺ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് പാസ്റ്റർ ജോൺ ഡാനിയലാണ്. വളരെ ഇതിനെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല ലീഡർഷിപ്പ് കൊടുക്കുകയും റീജിയൻ വൈസിൽ ഇത് വരികയും ചെയ്തത് തൻ്റെ ലീഡർഷിപ്പിലാണ്. അതുപോലെ തന്നെ എന്നാൽ ഒരു കർത്താവിന്റെ ദാസൻ ഒക്ലഹോമയിൽ ഇല്ല. വളരെ ശാരീരികമായ അവസ്ഥയിലാണ്. എനിക്ക് ഇവിടെ വരണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വരാൻ സാധിച്ചിട്ടില്ല. അത് നമ്മുടെ ബ്രദർ ജോർജ് മത്തായിച്ചാനാണ്. വളരെ ഈ റീജിയന് വേണ്ടി പ്രവർത്തിക്കുകയും വളരെ അധ്വാനിക്കുകയും ചെയ്ത ഒരു കർത്താവിന്റെ ദാസനാണ്. ഇങ്ങനെ ദൈവം ഈ റീജിയനെ ഇത്രത്തോളം സഹായിച്ചു. ഇനിയുമുള്ള ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുൻപോട്ട് പോകാൻ നല്ല ലീഡർഷിപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. മൈ പാസ്റ്റർ is the region president. I think the region is in good hands. The state of the region is in good condition. നമ്മൾ ഇതിനെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഔട്ട് ഓഫ് ടൗണിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ ഫുഡ് ഒരുക്കിയിട്ടുണ്ട്. എന്നോട് എടുത്തു പറയാണ്, ഔട്ട് ഓഫ് ടൗണിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളത് ഫെലോഷിപ്പ് കഴിച്ചിട്ട് പോകാവുള്ളൂ. ഈ ഫെസിലിറ്റി ഇങ്ങനെ ഇവിടെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഇതിന് വേണ്ടി പണം ആവശ്യപ്പെടുകയും നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുകയും പ്രശ്നം തരികയും ചെക്ക് തന്നൊക്കെ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഓർക്കുന്നു. ഞാൻ ഈ ബിൽഡിംഗ് പ്രോജക്റ്റിന്റെ ട്രഷററായിട്ടും 5 വർഷം പ്രവർത്തിച്ചാണ്. അതുകൊണ്ട് വളരെ നിങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടവരാണ്. നിങ്ങളിവിടെ നിന്ന് ഈ ഫെസിലിറ്റിയിൽ ഇരുന്ന് ആരാധിക്കുമ്പോൾ യു ക്യാൻ ബി പ്രൗഡ് ഓഫ് യുവേഴ്സ് ഫോർ യുവർ കോൺട്രിബ്യൂഷൻ. ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് ഇപ്പോൾ നന്ദി പറയുന്നു. കടന്നു വന്നിരിക്കുന്ന ഓക്ലഹോമയിൽ നിന്നും ഡാലസിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അതുപോലെ ഹ്യൂസ്റ്റണിൽ നിന്ന് ചില ഇവിടെ ആഡ് ചെയ്യാണ്, ശ്രദ്ധിച്ചേക്കണം. മിഡ്വെസ്റ്റ് റീജിയൻ കൗൺസിൽ മെമ്പേഴ്സും IPC ചർച്ചകളിലെ പാസ്റ്റേഴ്സിനെയും കൂടെ ഞങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത്രയും പേര് മാത്രം അവിടെ കടന്നു വന്ന് ഫുഡ് കഴിച്ചു. IPC ഖബ്രോനാണ്
സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തുടർന്ന് ഈ മീറ്റിംഗ് ദൈവം അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും പറഞ്ഞു ചോദിക്കും എന്തോ റീജിയൻ കൊണ്ട് പ്രയോജനം, ഫെലോഷിപ്പ് കൊണ്ട് പ്രയോജനം. ഞാനിവിടെ ആലോചിച്ചു റീജിയൻ വളരെ എനിക്ക് അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്തില്ലെങ്കിലും കഴിഞ്ഞ രാത്രിയിലത്തെ ആ മീറ്റിംഗ് മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ച് എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചനകളും ദൈവദാസന്മാരുടെ വചന ശുശ്രൂഷ എത്ര അനുഗ്രഹമായി നമ്മൾ ഒരുമിച്ച് വന്ന് കടന്നു വന്ന് ആരായിച്ചത്. ചാരിറ്റി വർക്ക് ചെയ്യുന്നു, വിമൻസ് ഫെലോഷിപ്പ്, BYP പ്രവർത്തനങ്ങൾ, ടാലന്റ് ഡെമോൺസ്ട്രേഷൻ, ഇങ്ങനെ അനേക പ്രവർത്തനങ്ങൾ ഈ റീജിയനിൽ കൂടെ നടക്കുന്നുണ്ട്. ഞാനൊരു സജഷൻ വെക്കുകയാണെങ്കിൽ ഒരു ചിൽഡ്രൻസിന്റെ ഒരു സെക്ഷനോട് ഇങ്ങനെ തുടങ്ങുന്നത് നല്ലതായിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ ഇവിടെ കിങ് ടൈംസിന്റെ കാര്യം പറഞ്ഞത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. We need to pray for Kentucky County Gargana. She has violated the law of the land. She has violated the law of the Supreme Court. But she is honoring the law of the Lord. Amen. She is honoring the law of the word of God. അവളുടെ മകനും ആ കൗണ്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ കുടുംബത്തെ ഒന്ന് പ്രാർത്ഥിക്കുക. അവൾ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാണ്. ദൈവം ആ ഒരു സ്റ്റാൻഡിൽ കൂടെ ഒരു വലിയ വ്യത്യാസം ഈ രാജ്യത്ത് വരുത്തട്ടെ. ദയവായി ആ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കാൻ സമയം ഞാൻ നന്ദി പറഞ്ഞു. ദൈവിക സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ ഇന്നത്തെ സഭായോഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യുന്നു. വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന കർത്തദാസന്മാർ, എൻ്റെ വിലപ്പെട്ട സഹോദരന്മാരായവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമേ അറിയിക്കുന്നു. അതിലുപരിയായി നമ്മുടെ മിഡ്വെസ്റ്റ് റീജിയന് ധന്യമായ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ വിലദാസന്മാർ ഏവർക്കും എൻ്റെ വിലയേറിയ സ്നേഹവന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ഈ ഭൂമിയിൽ കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് അവസരം നൽകിയല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ റീജിയന്റെ മീറ്റിങ്ങുകളെ കഴിഞ്ഞ 2 ദിവസമായി അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ച് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷകളൊക്കെയും കേൾക്കുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനും കർത്താവ് നമുക്ക് ഇടയാക്കിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ വിശേഷാല ദൈവമക്കളോട് ഒരു നന്ദി വാചകം കൂടെ ഓർപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളിൽ പലരും അറിഞ്ഞിരിക്കുന്നത് പോലെ ചില മാസങ്ങളായി ഞാൻ ശാരീരിക അസ്വസ്ഥനായി ഒരു സർജറിക്ക് വിധേയനാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നു. അതിലൊക്കെയും കർത്താവിൻ്റെ വലിയ കൃപയോട് കൂടെ ഇന്ന് എന്നെ സഹായിച്ചു. ദൈവമക്കളായ നിങ്ങളേവരും കർത്താവിൻ്റെ വിദ്യാദാസന്മാരും സഭയും ഇതിലുള്ള മിക്ക പ്രിയപ്പെട്ടവരും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചത്. കർത്താവ് എന്നെ അത്ഭുതമായി സഹായിച്ചു. ഒരു മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി ഞാൻ ഡോക്ടേഴ്സ് ഓഫീസിൽ കടന്നുപോയതാണ്. എന്നാൽ മാരകമായ രീതിയിലുള്ള ഒരു രോഗം എന്നെ ബാധിച്ചിരിക്കുന്നതായി കണ്ടുപിടിക്കുകയും എൻ്റെ വലത്തെ കിഡ്നിയുടെ മുകളിലായി ഒരു ട്യൂമർ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് സർജറിക്ക് ഞാൻ വിധേയനായി. ഞാൻ സർജറി കഴിഞ്ഞ് വളരെ ആരോഗ്യവാനായിരിക്കുന്നു. ഒരു മെഡിസിൻ പോലും എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇതുവരെയും കർത്താവിനെ പരിപാലിച്ച മക്കളുടെ പ്രാർത്ഥന എനിക്ക് ഏറ്റവും അങ്ങേയറ്റം എനിക്ക് കോട്ടയായിട്ട് തുടർന്നും ദൈവമക്കളുടെ പ്രാർത്ഥന ഞാൻ ഏറെ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള ആരാധന എന്നെ കഴിഞ്ഞ രാത്രിയിലും അതിന് മുമ്പുള്ള രാത്രിയിലും എന്നെ ആരാധനയും ദൈവശുശ്രൂഷയും എന്നെ അങ്ങേയറ്റം ബലപ്പെടുത്തുകയും എന്നെ ധൈര്യപ്പെടുത്തുകയും എനിക്ക് സൗഖ്യം തരികയും ചെയ്തു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന പകൽക്കാലം നിങ്ങൾ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി ഡാനിയൽ ഓർമ്മിച്ചതുപോലെ അദ്ദേഹത്തോട് ഒരുമിച്ച് IPC ജനറൽ കൗൺസില് ഒരു മെമ്പറായിരിക്കാൻ നിങ്ങൾ തെരഞ്ഞെടുത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വരും കാലങ്ങളിൽ അടുത്ത 3 വർഷക്കാലം റീജിയന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് ആരോഗ്യവും ബലവും അതിനുള്ള സഹവാസവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും റീജിയന് വേണ്ടി പ്രവർത്തിപ്പാൻ IPC കുമ്മനാടിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ എല്ലാ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ നേർന്നുകൊണ്ട് തുടർന്ന് എനിക്ക് വേണ്ടി കോൺഫറൻസിൽ നിങ്ങളെ ഏവരെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. എന്നോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന ലോക്കൽ കോർഡിനേറ്റർ വെസ്ലി മാത്യു, നാഷണൽ യൂത്ത് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ബ്രദർ എബി മോനിഷ് ജോർജ്, ഈ സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കറിയാം PCNAC കഴിഞ്ഞ വർഷങ്ങൾ 33 വർഷങ്ങളായി അമേരിക്കയിലും കാനഡയിലുമുള്ള സഭകൾക്ക് ദൈവമക്കൾക്ക് കഴിഞ്ഞ നാളുകളിൽ വളരെ ആത്മീയ അനുഗ്രഹവും
സഭകളുടെ ഐക്യതയ്ക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കോൺഫറൻസ് ആണ്. എനിക്കറിയാം, ഞാൻ അവിടെ നിൽക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ ഈ കോൺഫറൻസിന് വേണ്ടി വളരെ അധ്വാനിച്ച് ഈ കോൺഫറൻസിന് ശക്തമായ ലീഡർഷിപ്പ് നൽകിയ മിഡ്വെസ്റ്റുള്ള ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ മുമ്പിലാണ്. ഈ കോൺഫറൻസിന്റെ മറ്റൊരു പ്രത്യേകത, ഈ വർഷം നടക്കുന്നത് നമ്മുടെ മിഡ്വെസ്റ്റ് റീജിയൻ ഡാൻസ് വെച്ചാണ്. അതുകൊണ്ട് IPC ചർച്ചസിന്റെ മുഴുവൻ സപ്പോർട്ട്, ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ മുഴുവൻ സപ്പോർട്ട് ഈ സമയം ഞങ്ങൾ ദൈവനാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ വർഷത്തെ അടുത്ത കോൺഫറൻസ് വളരെ പ്രാർത്ഥനയോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ വ്യത്യസ്തമായി നടത്തുവാൻ ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുന്ന ശക്തമായ നാഷണൽ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി ഈ കോൺഫറൻസിന് നേതൃത്വം നൽകുന്നു. നിങ്ങളുടെ വലിയ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഒരു കോൺഫറൻസ് നടത്തി എന്നുള്ളത് മാത്രമല്ല, അതിലൂടെ ദൈവശക്തി വ്യാപരിക്കുവാൻ, വരുന്നവർക്ക് ആത്മീയ അനുഗ്രഹം ഉണ്ടാകുവാൻ, അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ ഈ കോൺഫറൻസിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകപ്രശസ്തമായ ദൈവദാസന്മാർ ഈ കോൺഫറൻസിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശക്തമായ ദൈവസാന്നിധ്യത്തിന് വേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന 2 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ഞാൻ ഇരിക്കുവാനായിരിക്കും. ഉത്തരമേരിക്കയിലെ IPCയുടെ വിശുദ്ധ സഹോദരന്മാരും അതുപോലെ ഈ രീതിയിലുള്ളതായ പ്രവർത്തകരുമാണെന്ന് അഭിമാനത്തോടുകൂടി പറയുകയും അതോടൊപ്പം തന്നെ അവരോടെല്ലാവരോടും ഈ കോൺഫറൻസിന്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുവാനായിട്ടാണ് കടന്നു വന്നത്. അതിന്റെ പല പ്രവർത്തകരും ലോക്കൽ തലത്തിലും നാഷണൽ തലത്തിലും പ്രവർത്തിച്ച, അത്യുധ്വാനം ചെയ്ത അനേകർ ഇവിടെയുണ്ട്. അവരുടെ ആരുടെയും പേര് ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്ത എല്ലാവരോടുള്ളതായ ഹൃദയത്തിന്റെ ഭാഷയുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നന്നായ ഭാരവാഹികളോട് നന്ദി അറിയിക്കും. കഴിഞ്ഞ പകൽക്കാലം സഹോദരിമാരുടെ യോഗത്തിൽ അതിശക്തമായി ദൈവം ഉപയോഗിച്ച സിസ്റ്റർ സിനി ബിനോയ് ഒരു മിനിറ്റ്. Praise the Lord. Hallelujah. Amen. Like Pastor said, we are here to celebrate the victory of our Lord Jesus Christ. Amen. Hallelujah. Are you all happy today? Amen. I'm also really happy to be here celebrating the victory of our Lord and Savior. The ladies ministry of the IPC Midwest region, and also especially LCND, and also the executive leadership of IPC Midwest region. Thank you and God bless you. Amen. Amen. We praise you, Jesus. Praise the Lord. Praise the Lord. Praise the Lord. ഏത് ട്രെയിൻ മൂവിയാണെങ്കിലും, ഏത് ട്രെയിൻ പറക്കണമെങ്കിലും അതിന് പൈലറ്റും അതിന് എഞ്ചിനും ഒക്കെ ഉണ്ട്. പലപ്പോഴും അവിടെ അത് ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നും. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളാണ് ഇന്ന് റീജിയൻ ശക്തമായിട്ട് മുന്നോട്ട്. കഴിഞ്ഞ 29 വർഷവും ഈ റീജിയനിൽ നേരത്തെ കൊടുത്ത ദൈവമാർക്കായിട്ട് സ്തോത്രം, ദൈവസഭകൾക്കായിട്ട് സ്തോത്രം, കർത്താവിന്റെ ദാസന്മാർക്കായിട്ട് സ്തോത്രം. അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ചു. ഇത്രത്തോളം നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന് സഹകരിക്കുന്ന സഹോദരന്മാർ, അതുപോലെ തന്നെ നമ്മുടെ കർത്തദാസന്മാർ, എല്ലാ സഭകളും ഇന്ന് അതാത് സ്ഥലത്ത് സഹായം ഉണ്ടായിരുന്നെങ്കിൽ നാം ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുമായിരുന്നു. എന്നാൽ അതെല്ലാം നമ്മളെ വിട്ടിട്ട് ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ എല്ലാവർക്കും സാക്ഷ്യം പറയണമെന്നും ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കാതെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഹ്യൂസ്റ്റൺ, ഡാലസ്, ഓസ്റ്റിൻ, ഒക്ലഹോമ മുതലായിട്ടുള്ള പട്ടണങ്ങളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തത്. അതേസമയം തന്നെ ഈ രാജ്യത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഉദാഹരണമായിട്ട് തമ്പി മാറ്റി അറ്റ്ലാന്റയിൽ തന്നോടുകൂടി ആയിരിക്കും. അങ്ങനെ ആരെങ്കിലും ഔട്ട് ഓഫ് ടൗണിൽ നിന്ന് കടന്നു വന്നവരോ നാട്ടിൽ നിന്ന് കടന്നു വന്ന ദൈവഭക്തന്മാരോ സഹോദരന്മാരോ വിസിറ്റേഴ്സ് ആയിട്ടുള്ളവരോ അവരൊരു നിമിഷം എഴുന്നേറ്റ് ഒന്ന് അതാത് സ്ഥലത്ത് ഒന്ന് എഴുന്നേറ്റിൽ പരപേക്ഷിക്കും. അതുപോലെ തന്നെ IPC സഭകളിലല്ലാതെ ആരാധിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടെ താങ്ക് യു. നിങ്ങൾക്കൊക്കെ സമയം തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു സ്തോത്രം ചെയ്യുവാൻ കർത്താവിനെയാകട്ടെ.
കർത്താവിന്റെ ജോ സാമുവേൽ മുന്നോട്ട് കടന്നു വന്ന ഒരു നിമിഷം വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയുള്ള സമയം കൊണ്ടെടുക്കും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നാം സ്തോത്രകാഴ്ച എടുക്കുക, പാട്ടുപാടി സ്തോത്രകാഴ്ച എടുക്കും. ആ സമയത്ത് ഹ്യൂസ്റ്റണിൽ നിന്നുള്ള സോങ് ടീം മുമ്പോട്ട് കടന്നു വരണം. അതിനുവേണ്ടി ഒരു പ്രത്യേകം ഓർമ്മിക്കുന്നു. കർത്താവ് സഹായിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ആരാധനയായിട്ട് ദൈവസന്നിധാനമാൻ ദൈവം സഹായിച്ച അവൻ്റെ വിലയേറിയ കൃപയ്ക്കായി ഒരിക്കൽ കൂടി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ അനൗൺസ്മെൻറ്റും മീറ്റിംഗ്സും ഒക്കെ കേട്ട് നിങ്ങൾ ഇങ്ങനെ ക്ഷീണിതരാകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഞാൻ ഇരിക്കാൻ ശ്രമിക്കാം. വളരെയധികം അത്യാവശ്യമുള്ളതുകൊണ്ട് മാത്രമാണ് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത്. എല്ലാം വരികളെ ഒഴിവാക്കാൻ ശ്രമിക്കുമായിരുന്നു. സർവമാനവും മഹത്വവും സർവശക്തനായ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് ഇപ്രകാരം വിജയകരമാക്കി തന്ന എൻ്റെ ദൈവത്തിന്, അതായത് 29ാം IPC മിഡ്വെസ്റ്റ് കോൺഫറൻസ് ഇവിടെ വെച്ച് നടക്കുവാൻ ദൈവം സഹായിച്ചു. സർവമാനവും ദൈവത്തിന് അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കോൺഫറൻസിന്റെ മലയാളം സെഷന്റെ മെയിൻ സ്പീക്കറായിരുന്ന കർത്താവിന്റെ ദാസൻ തോമസ് ഫിലിപ്പ് വെൺമണി അവരുടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 രാത്രികളിൽ വളരെ ശക്തമായിട്ട് ദൈവവചനം നമ്മോട് സംസാരിക്കുകയും നമ്മളെ ഉണർത്തുകയും ചെയ്ത ദേവദാസനോട് IPC മിഡ്വെസ്റ്റിന്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ അവർ മെയിൻ സ്പീക്കറായിട്ട് ഇംഗ്ലീഷ് സെഷനിൽ പ്രസംഗിച്ച കർത്താവിദാസൻ ബ്ലസ് മോറിൻസിനോടുള്ള നന്ദിയെ ഈ തരത്തിൽ അറിയിക്കുന്നു. ഫ്രൈഡേ നൈറ്റിലും കർത്താവിദാസൻ പാസ്റ്റർ ജോൺ കെ മാത്യു, സാറ്റർഡേ നൈറ്റിലെ പാസ്റ്റർ ഷിബു തോമസ് എന്നിവര് നമ്മുടെ സംസാരിക്കുകയുണ്ടായി. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഫ്രൈഡേ നൈറ്റിലെ പാസ്റ്റർ KV തോമസ്, സാറ്റർഡേ മോർണിംഗ് പാസ്റ്റർ ബിജു വിൽസൺ, സാറ്റർഡേ ഈവനിംഗ് പാസ്റ്റർ മാത്യു ഉമ്മൻ, സൺഡേയിൽ നിന്ന് നമ്മുടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിദാസൻ VM എബ്രഹാം അവറുകൾ എന്നിവരോടുള്ള നന്ദിയും ഈ തരണത്തിൽ IPC മിഡ്വെസ്റ്റിന്റെ പേരിൽ അറിയിക്കുന്നു. അതുപോലെ വളരെ ശക്തമായിട്ട് ലേഡീസ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന കോർഡിനേറ്ററോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ലേഡീസ് മീറ്റിംഗിലെ വന്ന് ശുശ്രൂഷിച്ച് കഴിഞ്ഞ ദിവസം സഹായിച്ച ദൈവത്തിന്റെ ദാസി സിനി വിനോയോട് ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി ഈ തരത്തിൽ അറിയിക്കുന്നു. കൂടിനോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ ശക്തമായിട്ട് യൂത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടക്കുവാനിടയായി അതിന് നേതൃത്വം കൊടുക്കുന്നതായ വെസ്ലി ആലമുടൻ ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് വളരെയധികം കടപ്പെട്ടവരും നന്ദിയുമുള്ളവരായിരിക്കുന്നു. ഞങ്ങൾ ഈ സഭയോട് IPC ഹെബ്രോൺ ഞങ്ങളോട് റീജനോട് കാണിച്ചതായ നല്ല ആ സഹകരണത്തിനും അതുപോലെ തന്നെ നിങ്ങൾ കാണിക്കുന്ന എല്ലാവിധമായ, അതായത് പ്രത്യേകിച്ച് ഒരു വലിയ ഫണ്ട് നമുക്കില്ലായിരുന്നു ഒരു ഹോട്ടലൊക്കെ റെന്റ് ചെയ്ത് മീറ്റിംഗ് നടത്തുവാനായിട്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് ഈ റീജനോട് തന്നെ ആവശ്യപ്പെട്ട് ഇവിടെ വെച്ച് തന്നെ ഈ മീറ്റിംഗ് നടത്തുവാനും അതിനായിട്ട് ഈ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന കർത്താവിദാസൻ ഷാജിദാനിയിലെ, അതുപോലെ തന്നെ ഈ സഭയുടെ സെക്രട്ടറി, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും വിശ്വാസത്തോടുള്ള നന്ദി ഈ തരണത്തിൽ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ സ്റ്റേജിൽ വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അവസരം നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. വിശേഷാല് ഈ ചർച്ചിന്റെ അശേഷമായിട്ട് പ്രവർത്തിച്ച് തോത്താഴ്ച എടുക്കുന്നതിനാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹകരിച്ചതായ എല്ലാ ദൈവങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേക വഴിയോടും ബെന്നിയോടും ഒക്കെ ഉള്ളതായ നന്ദി അറിയിക്കുന്നു. ബ്രദർ ജിജി മാത്യു ആൻഡ് ടീമിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലസ്സി തോമസ് ടീമിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. റീജിയനിലുള്ള എല്ലാ ചർച്ചുകളിലും പാസ്റ്റേഴ്സിനെയും മെമ്പേഴ്സിനെയും ഓർത്ത് ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സഹകരണമില്ല എങ്കിൽ റീജിയൻ മുന്നോട്ട് പോവുകയില്ല. ഞാൻ പറയുന്ന പല കാര്യങ്ങളും മറ്റു പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും മാത്രമാണ് ഈ റീജിയനെ മുന്നോട്ട് കൊണ്ടുവന്ന് ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹ്യൂസ്റ്റൺ, ഡാലസ്, ഒക്ലഹോമ, ഓസ്ട്രേലിയ സ്ഥലങ്ങളിലുള്ള എല്ലാ ദൈവങ്ങൾക്കായി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ പബ്ലിസിറ്റി കോൺട്രാക്ട് കശ്മീർ പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ IPC മിഡ്വെസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് പാസ്റ്റർ ഷാജി ഡാനിയൽ, ജോയിന്റ് വൈസ് പ്രസിഡന്റ് പാസ്റ്റർ KV തോമസ്, സെക്രട്ടറി പാസ്റ്റർ PC ജേക്കബ്, അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ബ്രദർ SP ജെയിംസ് എന്നീ ടീമിനോട് ചേർന്ന് അടിയനും പ്രവർത്തിപ്പാനും അതുപോലെ എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനോടും ഉള്ള നന്ദി ഈ തരത്തിൽ അറിയിക്കുന്നു. ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവനാമത്തിൽ എന്നുള്ളൂ.